ഹായ് എവർക്കും നമസ്കാരം. അതാ 24/7 ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ RRB ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിന് മുന്നോടിയായിട്ട് എല്ലാവർക്കും എലിജിബിലിറ്റിയിൽ കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പം തീർച്ചയായിട്ടും എലിജിബിലിറ്റിയെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ടും പിന്നെയുള്ള കൺഫ്യൂഷൻ എന്തെന്ന് ചോദിച്ചാൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുമ്പോൾ നോട്ടിഫിക്കേഷനകത്ത് 10ാം ക്ലാസ് പാസും ITI എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ITI ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു പരീക്ഷയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരാണ് മിക്ക ആൾക്കാരുടെയും കൺഫ്യൂഷൻ. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ നമുക്കങ്ങ് മാറ്റാം. ഇന്ന് ആ കൺഫ്യൂഷൻ മാറ്റി ആർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലേക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആ പോസ്റ്റ് പാരാമീറ്റേഴ്സും മറ്റ് കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ RRB ഗ്രൂപ്പ് ഡിയുടെ 2019 നോട്ടിഫിക്കേഷനിൽ തന്നിട്ടുള്ള ഫുൾ പോസ്റ്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള എല്ലാ ഫുൾ ഡീറ്റെയിൽസ്, ആ പോസ്റ്റ് പാരാമീറ്റേഴ്സ് എല്ലാം നമുക്കിവിടെ എന്താണ് അവൈലബിൾ ആണ്. അപ്പോൾ എത്ര പോസ്റ്റ് ഉണ്ട്, ഓരോ പോസ്റ്റിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ആർക്ക് അവരുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് അപേക്ഷിക്കാം, എന്ത് ഏജ് ലിമിറ്റുള്ള ആൾക്കാർക്ക് അപേക്ഷിക്കാം, എന്തായിരിക്കണം മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്നുള്ള കാര്യം കൂടെ പറഞ്ഞു കേട്ടോ. അവിടെയാണ് ആ ലാസ്റ്റ് കോളമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ട പ്രിഫറൻസ് ഉള്ള അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് കോളത്തിലെ കാര്യമാണ് കേട്ടോ. 10th പാസ് or ITI from institutions recognized by NCVT or SCVT or equivalent or നാഷണൽ അപ്രന്റീസ് സർട്ടിഫിക്കറ്റ് ഗ്രാൻഡഡ് ബൈ NCVT എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മുമ്പ് ഇടയ്ക്ക് ഒരു ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതായത് ITI കാർക്കുള്ള ആൾക്കാർക്ക് മാത്രം, കാരണം ടെക്നിക്കൽ പോസ്റ്റാണ്, അപ്പോഴത്തേനും ITI ഉള്ള ആൾക്കാർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ഒരു ഇത് വന്നിരുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല, അതൊക്കെ ഇടയ്ക്ക് വന്നിട്ട് അത് റെയിൽവേൻ്റെ അത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്ന അനുസരിച്ച് 10ാം ക്ലാസ് ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ 10ാം ക്ലാസ് ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ITI കാർക്ക് ഇടയ്ക്ക് അങ്ങനെ കുറച്ച് ആൾക്കാർ പരാതിക്കൊക്കെ പോയിരുന്നു. അപ്പോൾ പരാതി പോയപ്പോൾ അവരെ ഫേവറബിൾ ആയിട്ട് വന്നപ്പോഴത്തേനും മറ്റുള്ള ആൾക്കാർ അതിൻ്റെ എതിരായിട്ട് തിരിഞ്ഞു. ഓക്കെ, അപ്പോൾ റെയിൽവേ ഒരു തീരുമാനം എടുത്തെന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് ഉള്ളവർക്കും ITI ഉള്ള ആൾക്കാർക്ക് അപേക്ഷിക്കാം. ഒരു പർട്ടിക്കുലർ ഇതിനുള്ള മാത്രമല്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. റെയിൽവേയിൽ നിലവിൽ RRBയിൽ ടെക്നീഷ്യൻ ഗ്രേഡിലുള്ള ആൾക്കാർക്കാണ് നമ്മുടെ ITI ക്വാളിഫിക്കേഷൻ അവർ പറഞ്ഞിരിക്കുന്നത്. ടെക്നീഷ്യൻ RRB ടെക്നീഷ്യൻ വിളിക്കുമ്പോഴായിരിക്കും ITI ഉള്ള ആൾക്കാർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു കണ്ടീഷൻ ഉള്ളൂ. ഗ്രൂപ്പ് ഡിക്കകത്ത് എന്തില്ല, നമ്മുടെ ഇത് 10ാം ക്ലാസ് ഉള്ള ആൾക്കാർക്ക് അപേക്ഷിക്കുക. അത് ITI വേണമെന്നുള്ള നിർബന്ധമില്ല. ഇനി അങ്ങനെ ഒരു ഇത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 10ാം ക്ലാസ് മാത്രമുള്ള ആൾക്കാർ ബൾക്ക് എമൗണ്ട്, കാരണം റെയിൽവേയുടെ വേക്കൻസിക്ക് വന്ന് നല്ലൊരു എമൗണ്ട് ഓഫ് വേക്കൻസീസാണ് വരുന്നത്. അപ്പോൾ മറ്റുള്ള ആൾക്കാർ എന്തായാലും വെറുതെ ആയിരിക്കില്ല, അവർ കംപ്ലയിൻറ്റ് ചെയ്യും, മുമ്പ് കൊടുത്ത പോലെ കംപ്ലയിൻറ്റ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും അത് വീണ്ടും അവർക്ക് ഫേവറബിൾ ആയിട്ടൊരു തീരുമാനം എടുക്കാനും മെജോറിറ്റി കൂടുതൽ ഉള്ള ആൾക്കാരുണ്ട്, എന്താ പറയുക, അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള തീരുമാനം എടുക്കാനും റെയിൽവേക്ക് സാധ്യതയുള്ളൂ. ഇതുവരെയ്ക്ക് എന്തായാലും നിലവിൽ അങ്ങനെ ഒരു കണ്ടീഷനൊന്നും വന്നിട്ടില്ല. ആർക്കും അപേക്ഷിക്കാം 10ാം ക്ലാസ് ഓർ ITI എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10th ആൻഡ് ITI എന്നല്ല പറഞ്ഞിരിക്കുന്നത്, 10ാം ക്ലാസ് ഓർ ITI എന്ന് ഉള്ള ഇതാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നൽകിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അപേക്ഷിക്കാം. ഏജ് ലിമിറ്റും കൂടെ നോക്കിക്കൊള്ളാം. റിലാക്സേഷൻ്റെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എലിജിബിലിറ്റി എന്നുള്ള ആ വീഡിയോയിൽ, അത് പോയി കാണുക. നമ്മുടെ ചാനലിൽ ആ വീഡിയോ അവൈലബിൾ ആണ്. 18 to 33 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, അപേക്ഷിക്കാം. 10ാം ക്ലാസ് അല്ലെങ്കിൽ ITI എന്നാണ് പറഞ്ഞത് കേട്ടോ. 10ാം ക്ലാസ് ITI നിർബന്ധമല്ല. 10ാം ക്ലാസ് ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കാൻ പറ്റും. ആ കാര്യം കൂടെ ആലോചിക്കുക. ആ ഒരു കൺഫ്യൂഷൻ ഞാൻ നോക്കണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് പഠിച്ചോ. എന്തായാലും നോട്ടിഫിക്കേഷൻ ഉടനെ ഉണ്ടാവും. റെയിൽവേയുടെ RRBയുടെ കലണ്ടറൊക്കെ അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ സൂൺ, നമ്മൾ എക്സ്പെക്റ്റിംഗ് സൂണാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കിക്കൊള്ളുക. ആ ഒരു കൺഫ്യൂഷൻ മാറ്റുക എന്നുള്ളതാണ്. ഞാൻ ഓൾറെഡി നമ്മൾ പല വീഡിയോക്കകത്തും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും സ്റ്റുഡൻസിന് വീണ്ടും എന്താ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, അങ്ങനെ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ വീണ്ടും എൻക്വയറീസ് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് നോക്കിക്കൊള്ളാം കേട്ടോ. അപ്പോൾ ഇത്രയാണ്. പിന്നെ നമ്മുടെ അഡാ 24/7 ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം ഇതിനകത്ത് അവൈലബിൾ ആണ്. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. നമുക്ക് ഫ്രീ ക്യൂസസ് ഡെയിലി എന്തായാലും നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ നല്ല പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പരീക്ഷയിലേക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാവത്തുള്ളൂ, നമ്മുടെ വീക്കർ പോർഷൻസ് എവിടെയാണെന്ന് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് പ്രാക്ടീസ് ചെയ്യുക. RRBക്ക് ആയാലും SSCക്ക് ആയാലും PSCക്ക് ആയാലും എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളും മെറ്റീരിയൽസും എല്ലാം എന്താണ് നിങ്ങളുടെ അഡാ 24/7 ആപ്പിനകത്തുണ്ട്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, നിങ്ങൾ ഫ്രീ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്, അതെല്ലാം മാക്സിമം യൂസ് ചെയ്യുക. ഇനി ഏതെങ്കിലും കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രീമിയം സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക. റെയിൽവേയുടെയും SSCയുടെ എല്ലാം പുതിയ ബാച്ചസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്താ പറയുക, MTSൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. MTSൻ്റെ നോട്ടിഫിക്കേഷനും ഇന്ന് CGL നിന്ന് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അറിയത്തില്ല, അതുവരെയും വന്നിട്ടില്ല. വരുമ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ SSC, CGL, MTS എല്ലാം പരീക്ഷയെല്ലാം ഒത്തിരി സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് ഒത്തിരി വരാനിരിക്കുകയാണ്. അപ്പോൾ എല്ലാത്തിനകത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ച് ജോലി ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്. അതുപോലെ പെയ്ഡ് കോഴ്സ് എന്തെങ്കിലും ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരമുണ്ട്. നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുക മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും നോക്കിക്കൊള്ളുക.
പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക. അതുപോലെ ലൈക്ക്, കമൻറ്റ്, നിങ്ങളുടെ ലൈക്സും കമൻസും ഒക്കെയാണ് ഞങ്ങളുടെ ഊർജ്ജം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ എല്ലാം നോക്കിക്കൊള്ളുക. ആ ഒരു കൺഫ്യൂഷൻ ITIയുടെ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ കൺഫ്യൂഷൻ ഗ്രൂപ്പ് ഡിക്ക് ഇനി അത് ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട. നമുക്ക് 10ാം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റും. വേറൊരു മാറ്റം ഇതുവരെ റെയിൽവേയുടെ ഭാഗത്തുനിന്നില്ല കേട്ടോ. അപ്പോൾ ഇനി അങ്ങനെ ഒരു കൺഫ്യൂഷൻ അടിച്ച് ടെൻഷൻ അടിച്ചിരിക്കേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് പോയി പഠിച്ചോ, നന്നായിട്ട് പ്രിപ്പയർ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു ഓൾ.